നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു ക്യാപ്പ് ഗോഗിൾസ് സ്യൂട്ടൊക്കെ എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്യൂട്ടിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. സ്വിമ്മിംഗ് സ്യൂട്ട് തന്നെ ഇട്ടിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് നിർബന്ധമാണ്. കാരണം നിങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സ്, ബനിയൻ്റെ ഒക്കെ പോലത്തെ ഡ്രസ്സ്, ജീൻസിന്റെ ഒക്കെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സ്വിം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വെള്ളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയും കൂടി ഭാരം എടുത്തിട്ടാണ് നിങ്ങൾ സ്വിം ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ജീൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് വെച്ചിട്ട് സ്വിം ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മുങ്ങാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല സ്വിമ്മിംഗ് സൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇട്ട പോലത്തെ ഡ്രസ്സാണ് സ്വിമ്മിംഗ് സൂട്ട്. ഈ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കുമ്പിള് ഒക്കെ വെള്ളമാണ് ഒരു സ്വിമ്മിംഗ് സൂട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അങ്ങനത്തെ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ സ്യൂട്ട് തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ അടങ്ങുന്ന ഡ്രസ്സൊക്കെയാണ് ഇടുന്നെങ്കിൽ ഈ ക്ലോറിന്റെ ഒരു അംശമൊക്കെ പൂളിലുള്ളത് കൊണ്ട് ഡ്രസ്സിന്റെ കളർ ഇളകി പൂളിൽ പോകാനായിട്ടും ഇടയാണ്. അതും മറ്റൊരു കാരണം കൂടിയാണ്. അപ്പൊ ഈ കുറച്ച് വിശദമായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോളൂ കേട്ടോ.